السلام عليكم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. ഇൻഷാല്ലാ ഇന്ന് പറയുന്ന അറിവ് തൊട്ടതെല്ലാം പൊന്നാക്കുന്ന ദിക്റ് എന്ന് അറിയപ്പെടുന്ന ഒരു ദിക്റിനെ കുറിച്ചാണ്. അള്ളാഹുവിന്റെ അസ്മാഉൽ ഹുസ്നയിൽപ്പെട്ട അതിമഹത്തായ അത്ഭുതങ്ങൾ നിറഞ്ഞ നമുക്ക് വിജയത്തിന് വേണ്ടിയിട്ട്, നമ്മുടെ ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ടും, നമ്മുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളുടെ ഉയർച്ചയും വിജയവും ആഗ്രഹിക്കുന്നവർ ഈ ദിക്റിനെ ചൊല്ലുക. അതെന്തൊക്കെയാണ്? ഒരു ജോലി ലഭിക്കാനാകട്ടെ, അതുപോലെ ഒരു കടക്കണിയിൽ നിന്ന് നമ്മൾ രക്ഷ നേടണം, നമ്മുടെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും മാറണം, അതുപോലെ തന്നെ നമുക്ക് ദാരിദ്ര്യത്തിൽ നിന്നും എന്നെന്നും നമുക്ക് മോചനം കിട്ടുകയും, വീടില്ലാതെ വിഷമിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്, അവർക്ക് വീട് ലഭിക്കാൻ വേണ്ടിയിട്ടും, അതുപോലെ തന്നെ നമ്മുടെ ദാമ്പത്യ ജീവിതത്തിൽ നടക്കുന്ന ഒരുപാട് വിഷയങ്ങൾക്കുള്ള പരിഹാരമാണ്. അതുപോലെ തന്നെ കല്യാണം നടക്കാനും, കല്യാണം മുടങ്ങിയ സഹോദരി സഹോദരന്മാർക്ക് കല്യാണം നടക്കാനും, അതിനുള്ള ആ ഒരു തടസ്സങ്ങളൊക്കെ മാറ്റാനും, നമ്മുടെ ദാമ്പത്യ ജീവിതത്തിന്റെ ഞെരുക്കത്തിൽ നിന്ന് രക്ഷ നേടാനും, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ബന്ധമായാലും സ്നേഹവും പരിചരണവും ലഭിക്കുവാനും, അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളിലും വിജയം ലഭിക്കുകയും, ഇത് ചൊല്ലി ദുആ ചെയ്താൽ നമുക്ക് നടക്കാത്ത എന്ത് ആഗ്രഹങ്ങളും അത് നേടിയെടുക്കുകയും ചെയ്യാവുന്നതാണ്. അപ്പൊ ഇൻഷാ അല്ലാ ഈ പറയുന്ന കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമുക്ക് വിജയം നമ്മൾ ആഗ്രഹിക്കുന്നു എന്നുണ്ടെങ്കിൽ ഈ ദിക്റിനെ, അള്ളാഹുവിന്റെ അസ്മാഉൽ ഹുസ്നയിൽപ്പെട്ട അതിമഹത്തായ യാ ഫത്താഹു യാ അല്ലാ എന്ന ദിക്റിനെ നിങ്ങൾ എന്ത് ചെയ്യുക? പതിവാക്കുക. അത് ഒന്നുകിൽ 71 തവണ ചൊല്ലാം, അതല്ല എന്നുണ്ടെങ്കിൽ 100 തവണയും ചൊല്ലാം. നമ്മുടെ മനസ്സിൽ കാര്യം എന്താണോ, നമ്മുടെ ബുദ്ധിമുട്ട് എന്താണോ, നമ്മുടെ തടസ്സങ്ങൾ എന്താണോ, നമ്മൾ വിജയം ലഭിക്കാൻ ആഗ്രഹിക്കുന്ന കാര്യം എന്താണോ, അത് മനസ്സിൽ മുൻനിർത്തിക്കൊണ്ട് സുബഹിയുടെ സമയം, ഇപ്പൊ പറഞ്ഞതുപോലെ സുബഹിയുടെ സമയത്ത് 71 തവണ ചൊല്ലി ദുആ ചെയ്യാം. അതുമല്ലെങ്കിൽ ദിവസവും 100 തവണ ചൊല്ലുകയും ചെയ്യാം. ഈ ചൊല്ലുന്ന സമയത്ത് നമ്മൾക്ക് ആ മനസ്സിൽ ആ കാര്യങ്ങൾ വേണം, എങ്കിൽ മാത്രമേ നമുക്ക് അത് അറിഞ്ഞ് ചൊല്ലുവാനും നമുക്ക് അള്ളാഹു അത് ഹൈറാക്കി തരുകയും ചെയ്യുകയുള്ളൂ. അത്ഭുതങ്ങൾ നിറഞ്ഞ ഈ ദിക്റിനെ പതിവാക്കാൻ അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അതുപോലെ തന്നെ ഇൻഷാ അല്ലാ അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ ഈമാൻ നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഈ ദിക്ർ ചൊല്ലുവാൻ അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ. അതുപോലെ തന്നെ ആർക്കെങ്കിലും എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യണമെങ്കിൽ ഇൻഷാ അല്ലാ അത് നിങ്ങൾ കമന്റിലൂടെ അറിയിക്കുക. ഒരുപാട് ആളുകൾ കമന്റിലൂടെ അറിയിച്ച ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. ഇൻഷാ അല്ലാ എല്ലാവരുടെ ദുആയും അള്ളാഹു എത്രയും പെട്ടെന്ന് തന്നെ സ്വീകരിക്കുകയും, അത് അള്ളാഹുവിന്റെ മുൻപിൽ എത്തുകയും, നമ്മുടെ ദുആകൾ സ്വീകരിക്കുകയും അത് പരിഹരിക്കപ്പെടുകയും ചെയ്യും ഇൻഷാ അല്ലാ. ആരും വിഷമിക്കേണ്ട ഇൻഷാ അല്ലാ. എല്ലാവരും ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ലൈക്കും ചെയ്യുക, മറ്റുള്ളവരിലേക്കും കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ചാനലിൽ കയറി കാണുക. ഇൻഷാ അല്ലാ നിങ്ങൾക്ക് ഉപകാരമുള്ള ഒരുപാട് വീഡിയോസ് ചാനലിലുണ്ട്. ഇൻഷാ അല്ലാ. അസ്സലാമു അലൈക്കും.